നമ്മുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വയം ജീവിതം ത്യജിക്കേണ്ടി വന്ന കുറച്ച് ആൾക്കാരുടെ ഒരു സ്മൃതി മണ്ഡപം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. പക്ഷേ അതൊരിക്കലും ഇന്ത്യ ഗേറ്റ് അല്ല, പോലീസ് മെമ്മോറിയൽ മ്യൂസിയം. ഇന്ത്യ ഗേറ്റ് പോലെ തന്നെ പ്രസിദ്ധിയായിട്ടുള്ള വേറൊരു സ്ഥലമാണിത്. എനിക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉള്ളതിനെ കുറിച്ചിട്ട്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇന്ത്യ ഗേറ്റിനെ കുറിച്ചിട്ട്, പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് ഈ പോലീസ് മെമ്മോറിയൽ മ്യൂസിയം. അപ്പം എനിക്കും ഇതിപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പം അവിടെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ചാണക്യപുരിയിലാണുള്ളത്. ഹലോ എവരി വൺ, ഇറ്റ്സ് മീ രഞ്ജു. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമുക്ക് പോകാനുള്ള വണ്ടിയും കൊണ്ട് ആളെത്തി കേട്ടോ. അപ്പം വണ്ടി ഇവിടുന്നായിരുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മളെ കയറ്റിയിട്ട് വേറെ പോക്കറ്റിൽ പോയിട്ട് ആണിനെ കെട്ടിയിട്ടാണ് കേട്ടോ ഇവിടുന്ന് പോയത്. അപ്പം പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകളും കൂടി ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ന്യൂസിലൊക്കെ കാണുന്നുണ്ടാവും ഡൽഹിയിലെ പൊല്യൂഷനെ കുറിച്ചിട്ടല്ലേ. അപ്പം ഡൽഹിയിലെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ സൈഡിലെല്ലാം ഇതേപോലെ ഇഷ്ടംപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, പൊല്യൂഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്നാലും ഗവൺമെൻറ്റിനാൽ കഴിയുന്ന രീതിയിൽ അവർ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ പൊല്യൂഷൻ നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഇവിടെ. അതൊരു കാര്യമാണ് ഇവിടുത്തെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു കാര്യമാണ് ഇവിടുത്തെ ട്രാഫിക് എന്ന് പറയുന്നത്. അതും ഇതേപോലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ പിന്നെന്ന് വെച്ചാൽ കേരളം വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ട്രാഫിക് റൂൾസ് ഒന്നും ഫോളോ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വളരെ പരിമിതമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെയാണ് ഡൽഹിയിലും. ഇതൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ കേരളം എത്ര സുന്ദരം എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. അത് കേരളത്തിൽ നിന്ന് വെളിയിൽ വരുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ കേരളത്തിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലാകുള്ളൂ. അതേപോലെ ഇവിടെ നിരത്തുകളിൽ കാണുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് കേട്ടോ ഈ റിക്ഷ എന്ന് പറയുന്നത്. ഈ റിക്ഷ എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഓട്ടോയാണ്. ഇവിടുത്തെ പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇലക്ട്രിക് ഓട്ടോയാണ്. ഇതിന് മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് റേറ്റ് വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് നിരത്തുകളിൽ കൂടുതലായിട്ട് കാണുന്നതും ഇവിടുത്തെ ജനങ്ങൾ അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും. അപ്പം അങ്ങനെ ഈ റിക്ഷയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഡൽഹിയിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളതേ പോലീസ് മെമ്മോറിയൽ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അന്ന് നമ്മൾ ചെന്ന ദിവസം അവിടെ ഏഷ്യാനെറ്റ് ന്യൂസുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഇത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം ആയതായിരുന്നു. അങ്ങനെ ദേ നമ്മൾ അകത്തേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ പോലീസ് മെമ്മോറിയൽ മ്യൂസിയം എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസം ഹോളിഡേ ആണ്. ബാക്കിയുള്ള എല്ലാ ദിവസവും 9 മണി തൊട്ട് വൈകിട്ട് 5:30 വരെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരുമിച്ച് പോയിട്ട് പോലീസ് മെമ്മോറിയൽ മ്യൂസിയം ഒക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പം നിങ്ങളും പോകുന്നുള്ളൂ കേട്ടോ നമ്മുടെ കൂടെ. അങ്ങനെ ഫസ്റ്റ് നമ്മളൊക്കെ ചെന്ന് കയറുന്നത് നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നത് ഫസ്റ്റ് സ്മരികയിലേക്കാണ് കേട്ടോ. സ്മരിക എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഓർമ്മകൾ ഉളവാക്കുന്ന അവരുടെ ടീഷർട്ട്, ബനിയന്, ക്യാപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ പേരാണ് സ്മരിക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ടു. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്യുന്നത് വീരമതിലിൻ്റെ മുമ്പിലേക്കാണ് കേട്ടോ. പോലീസ് മെമ്മോറിയൽ മ്യൂസിയം എന്ന് പറയുന്നത് 3 ഭാഗങ്ങൾ ചേരുന്നതാണ് കേട്ടോ. 1 കറുത്ത ഗ്രാനൈറ്റിനാൽ നിർമ്മിച്ച സെൻട്രൽ സ്തൂപം, 2 മ്യൂസിയം, 3 എന്ന് പറയുന്നത് സേവനത്തിനിടെ ജീവത്യാഗം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഉൾക്കൊള്ളുന്ന വീരമതില. അങ്ങനെ 3 എണ്ണമായിട്ടാണ് ഉള്ളത്. വീരമതിലയിലേക്കാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ എൻട്രി ചെയ്തിരിക്കുന്നത്. വീരമതില എന്ന് പറയുന്നത് 1947 സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം സേവനത്തിനിടെ ജീവത്യാഗം ചെയ്ത ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെ 34,844 പോലീസ് ഉദ്യോഗസ്ഥരെ അനുസ്മരിപ്പിക്കുന്നതാണ് കേട്ടോ ഈ പോലീസ് മെമ്മോറിയൽ മ്യൂസിയം എന്ന് പറയുന്നത്. ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആർക്കിടെക്ട് ഉദയഭട്ട് ആണ്. ഈ കെട്ടിടത്തിന് ഈ പേര് വരാൻ തന്നെ കാരണം, വീരമതില എന്ന പേര് വരാൻ തന്നെ കാരണം കറുത്ത ഗ്രാനൈറ്റ് ഇതേപോലെ മതിലുകളായിട്ട് ഇങ്ങനെ 4 സൈഡും അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു തരാം. പുതുതായി നവീകരിച്ച സ്മാരകവും മ്യൂസിയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2018 ഒക്ടോബർ 21 ഉദ്ഘാടനം ചെയ്തവയാണ് കേട്ടോ. അത് ഇവിടെ പോലീസ് രക്തസാക്ഷി ദിനം കൂടിയാണ് ഒക്ടോബർ 21 എന്ന് പറയുന്നത്. അപ്പം സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകളും അവിടെ കറുത്ത ഗ്രാനൈറ്റിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി എൻട്രി ചെയ്യാൻ പോകുന്നത് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അപ്പം മ്യൂസിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് മ്യൂസിയം ആണ്. അപ്പം ഇതാണ് കേട്ടോ വീരമതിലിന്റെ 360 വ്യൂ എന്ന് പറയുന്നത്. അപ്പം മതില് പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നില്ലേ, അതാണ്. അപ്പം എന്തേ മ്യൂസിയത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകണം. അപ്പം മ്യൂസിയത്തിനകത്തേക്ക് നമുക്ക് ബാഗും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെളിയിൽ വെച്ചിട്ട് വേണം അതിനകത്തേക്ക് കയറാൻ വേണ്ടി. അങ്ങനെ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ പോലീസ് മെമ്മോറിയൽ മ്യൂസിയമാണിത്. ഇതിന് 5 ഗാലറികളാണ് കേട്ടോ ഉള്ളത്.
മ്യൂസിയത്തിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കാണുന്ന ബോർഡാണ് കേട്ടോ, വെൽക്കം ടു ദ പോലീസ് മ്യൂസിയം എന്ന് പറയുന്നത്. ഇത് അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലണം. ഇന്ത്യയിലെ വിവിധ കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകൾക്കായിട്ട് ഇത് സമർപ്പിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള വാളിലും നമുക്ക് ഇതേപോലെ കുറേ പിക്ചേഴ്സ് കാണാൻ പറ്റും. ഇതിൽ പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന മൃഗ സ്ക്വാഡുകൾ, അതിനെക്കുറിച്ചുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഇവഴി നമ്മൾ അകത്തേക്ക് എൻ്റർ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ, അതായത് കോൺസ്റ്റബിൾ തൊട്ട് ഏറ്റവും ഉയർന്ന റാങ്ക് വരെയുള്ള ആൾക്കാരുടെ ആ ഒരു അങ്ങേ അറ്റത്തും തൊട്ട് ഇങ്ങേ അറ്റം വരെയാണ് കേട്ടോ അതുള്ളത്. അവരുടെ ലോഗോ, അവരുടെ യൂണിഫോം, അവരുടെ ID അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതുവഴി കാണാൻ കഴിയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് വൈസ് ആണ് കേട്ടോ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഏറ്റവും അങ്ങേയറ്റം ഉള്ളത് കോൺസ്റ്റബിൾ ആണ്. കോൺസ്റ്റബിൾ തൊട്ട് ഹവിൽദാർ, ASI, SI അങ്ങനെ ഓരോ ആൾക്കാർ, അങ്ങനെ അവരിൽ ഏറ്റവും കൂടിയ ആൾക്കാരുടെ വരെയുള്ള അവരുടെ യൂണിഫോംസ്, അവരുടെ ലോഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അവരുപയോഗിച്ചിരുന്ന തോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പലവിധ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയട്ടോ. ഇത് ആക്ച്വലി അവിടെ വന്ന് കണ്ടാലാണ് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സെൻട്രൽ ഫോഴ്സിന്റെ പ്രത്യേക ഗാലറികളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവരുടെ യൂണിഫോംസ്, അവരുടെ വെപ്പൺസ്, അവരുടെ ലോഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഓൾറെഡി അവിടെ ടച്ച് സ്ക്രീൻസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. സെൻട്രൽ ആർമഡ് ഫോഴ്സ് പങ്കെടുത്തിട്ടുള്ള ഓപ്പറേഷൻസും അതിൽ അവർ ജയിച്ചു വന്നിട്ടുള്ളതും, പിന്നെ അതിനിടയിൽ വീരമൃത്യു വരിച്ചിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ RAF എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിപ്പോൾ ഓൾറെഡി ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇവിടെ ലാൽ കിലയിൽ ബോംബ് സ്ഫോടനം പൊട്ടിയ സമയത്ത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, അപ്പോൾ അവരൊക്കെ വന്നിട്ടുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ അതേപോലെ NDRF, നമ്മുടെ നാട്ടിൽ എപ്പോഴും കേൾക്കുന്നതാണല്ലോ NDRFനെ കുറിച്ചിട്ട്. അങ്ങനെ അവരുടെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോ ഫോഴ്സിലും സ്ത്രീകളുടെ പങ്ക് അതൊക്കെ അവിടെ ഓരോ പിക്ചർ ത്രൂ ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സിവിൽ സർവീസ് ഓഫീസറായ വന്ദന മാലിക് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ അവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പോലീസിന്റെ ഒരു വിഭാഗമാണ് ട്രാഫിക് പോലീസ് എന്ന് പറയുന്നത്. മഴയായാലും വെയിലായാലും അവർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനം നമുക്ക് കാണാതിരിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ അല്ലെ. അപ്പം ട്രാഫിക് പോലീസിന്റെ റോള് അവർ നല്ല രീതിയിൽ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പണ്ട് കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥർ മൃഗ സ്ക്വാഡുകൾ, അതായത് ഒട്ടകം, നായ, പ്രാവ് എന്നിവ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതും അവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് അതും അവിടെ കാണാൻ വേണ്ടി കഴിയും. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടില് ശബരിമലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ. അപ്പം തിക്കും തിരക്കും ഒന്നും അനുഭവപ്പെടാതെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ ശബരിമല എത്ര നന്നായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ശബരിമലയുടെ ഒരു പിക്ചറൊക്കെ വെച്ചിട്ട് അവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. സെൻട്രൽ ആർമഡ് ഫോഴ്സ് കാർഗിൽ യുദ്ധം പോലുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്തതും, പിന്നെ പോലീസ് സേനകളിൽ ഉണ്ടായിരുന്ന ആൾക്കാർ സ്പോർട്സിൽ വന്നതും, മേരികോം പോലെയുള്ള ആൾക്കാർ സ്പോർട്സിൽ വന്നതും അവരുടെ പിക്ചറും ഒക്കെ ആയിട്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ മ്യൂസിയം ഇത്രയേ ഉള്ളൂ. മ്യൂസിയം കണ്ടിട്ട് ഇനി നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നത് കറുത്ത ഗ്രാനൈറ്റിനാൽ നിർമ്മിച്ച സെൻട്രൽ സ്തൂപം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം മ്യൂസിയത്തിനകത്തേക്ക് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങാന് ആക്ച്വലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് ഓരോ മിഷനും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴാണ് കേട്ടോ അവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് കണ്ട് മനസ്സിലാക്കുമ്പോഴാണല്ലോ കുറച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങി സെൻട്രൽ സ്തൂപം കാണാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് തന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ചായ, കോഫി, സമോസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ക്യാൻറ്റീനിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അവർക്ക് വിശപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് സെൻട്രൽ ശില്പം എന്ന് പറയുന്നത്. ഇതിന് 238 ടൺ ഭാരമുള്ള ഗ്രാനൈറ്റ് സ്ലാബ് കൊണ്ട് നിർമ്മിച്ച 9 മീറ്റർ ഉയരമുള്ള ഒരു മൊണോലിത്താണ് കേന്ദ്ര ശില്പം. ഈ സ്മാരക ശില്പം അദ്വൈത ഘട്നായക് ആണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ട് തെലങ്കാനയിലെ കമ്മത്ത് നിന്നാണ് കേട്ടോ ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അന്ന് അവിടെ പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കണ്ട കാഴ്ചകളുടെ ചെറിയ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിച്ചത്. അപ്പം എന്നാൽ കഴിയുന്ന ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ.
അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, രാത്രിയായി കേട്ടോ. അവിടെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.